ആലപ്പുഴ കരുവാറ്റയിലെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് 13 വയസ്സുകാരിയായ ചെറുമകൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് പൂർണ്ണമായ ആസൂത്രണവും നടത്തിയത് എന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് 13 വയസ്സുകാരി കൃത്യമായി മുത്തച്ഛനെ കൊലപ്പെടുത്താനായി ആസൂത്രിതമായി പ്ലാനിട്ടു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ നടന്ന ഈ കൊലപാതകം സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഈ പെൺകുട്ടി ചെയ്യിച്ചത്. അതായത് ഈ കൊലപാതക സമയം പെൺകുട്ടി വീട്ടിലില്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വിവരം ലഭിച്ചു. ഏതായാലും പോലീസ് വിശദമായ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലുമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചത്. അതായത് 65 വയസ്സുള്ള ശിവൻകുട്ടി ചെട്ടിയാരെ കൊലപ്പെടുത്താനായി സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. കൊല്ലത്ത് വെച്ച് പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ്. അതായത് ഈ പെൺകുട്ടി കൊല്ലത്താണ് ആദ്യം താമസിച്ചിരുന്നത്. ഇവർ കൊല്ലം സ്വദേശിയാണ്. അവിടെ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ആൺ സുഹൃത്തും മറ്റ് സുഹൃത്തുക്കളുമാണ് ഈ കൊലപാതകത്തിൽ പങ്കാളികളായത്. അവരെ ഈ കരുവാറ്റയിലെ വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. മാത്രമല്ല ഈ കൊലപാതകത്തിനുള്ള പ്രധാന കാരണം ഈ പെൺകുട്ടിയെ പലതവണ ഈ മുത്തച്ഛൻ വഴക്ക് പറഞ്ഞതാണ്. അതായത് വീട്ടിൽ വൈകി എത്തുന്നതും ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കടന്നതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മാത്രമല്ല വീട്ടിനുള്ളിൽ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കൾ എവിടെ വച്ചിട്ടുണ്ട് എന്നടക്കം ഈ സുഹൃത്തുക്കൾക്ക് പെൺകുട്ടി വിവരം നൽകിയിരുന്നു. ഈ സുഹൃത്തുക്കൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഹരിപ്പാടേക്ക് കൊല്ലത്തു നിന്നും ട്രെയിനിലാണ് ഇവർ എത്തിയത്. ഈ സുഹൃത്തുക്കൾ അവിടെ എത്തിയതിന് ശേഷം ഇവർ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. വീടിൻ്റെ മുകളിൽ ആസ്പെറ്റോക്സ് ഷീറ്റ് പൊളിച്ചാണ് ഈ വീട്ടിനുള്ളിലേക്ക് ഈ കുട്ടികൾ കടന്നത്. അതിനുശേഷമാണ് മുത്തച്ഛനെ കൊലപ്പെടുത്തേണ്ട വിധം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ പെൺകുട്ടി പല അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടി അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം സ്വർണം എവിടെയാണ് വച്ചിട്ടുള്ളത്, പണം എവിടെയാണ് ഉള്ളതെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വീടിനുള്ളിൽ പല രീതിയിലുള്ള ഒരു അലങ്കോലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിയുടെ മുറിയിൽ മാത്രം അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ പെൺകുട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ ഫോൺ രേഖകളും കോൾ രേഖകളും അതോടൊപ്പം തന്നെ ഈ വീട്ടിലേക്ക് എത്തിയെന്ന് സംശയിക്കപ്പെടുന്ന ഈ സുഹൃത്തുക്കളുടെ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചാണ് ഈ പോലീസിന് ഈ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചത്. ഏതായാലും ഈ പെൺകുട്ടി കൊലപാതകം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ സുഹൃത്തുക്കളുടെ പിന്തുണ തേടിയതും അതിനുശേഷം ഈ സുഹൃത്തുക്കൾ ഇവിടെ വീട്ടിലെത്തുന്നതും വളരെ കൃത്യമായൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു. അതുമാത്രമല്ല ഈ വീടിനുള്ളിലേക്ക് കടന്ന ഈ സുഹൃത്തുക്കൾ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഈ മുത്തച്ഛൻ്റെ വസ്ത്രവും വീട്ടിലെ മുറിയിലെ ബെഡ്ഷീറ്റ് അടക്കമുള്ള തുണികൾ ഉപയോഗിച്ചാണ് മുത്തച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഏതായാലും കൊലപാതകം വളരെ കൃത്യതയോടെ നടത്തി എന്നുള്ള വിവരമാണ്. ഏതായാലും പിടിക്കപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങളടക്കം ഈ പ്രതികൾ നടത്തിയിരുന്നു. അതിനുശേഷം ട്രെയിനിൽ കയറി തിരിച്ചു മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും പോലീസ് വിശദമായി ഇതിനൊരു അന്വേഷണം നടത്തി കൃത്യമായ രേഖകളും തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും ഇക്കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഏതായാലും മരണത്തെക്കുറിച്ച് പെൺകുട്ടി പുറം ലോകത്തെ അറിയിച്ചപ്പോൾ പോലും ഈ പറയുന്ന കാര്യങ്ങളിൽ പോലും പരസ്പര വിരുദ്ധമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് കേസ് പെൺകുട്ടിയിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ടായത്. ഏതായാലും കേവലം 13 വയസ്സുള്ള ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയതും പണം അപഹരിച്ചതടക്കം സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഐഫോൺ അടക്കമുള്ള വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും പോലീസ് വിശദമായൊരു അന്വേഷണം തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.